പെരിന്തൽമണ്ണ പോവാൻ ഞാൻ മാറ്റിലെല്ലാം കഴിട്ടോ നിച്ചു മാറ്റിക്കോന്ന് നമുക്ക് നോക്കാം. പോവാനുള്ള ഒരുക്കത്തിലാണെങ്കിൽ മേശൊന്നും ആരും കാണണ്ട, മടക്കി വെക്കാനുള്ള ഒതുക്കി വെക്കാനൊക്കെ ഉള്ളതാണ് കേട്ടോ. അതൊക്കെ സൺഡേ ഹോളിഡേ ചെയ്യുന്നതാണ് കേട്ടോ. ഞാനും മാറ്റി ഞങ്ങൾ പോവാണ് മാളക്ക പോകണം കേട്ടോ. മാളക്ക് എവിടേക്കറിയോ, കോഴിക്കോട് ലുലുമാൾ വന്നിട്ടില്ല, അപ്പോൾ അത് കാണാൻ പോകുന്ന കേസ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണിട്ടോ. ആഗ്രഹം കേട്ടോ പറഞ്ഞ് നിങ്ങളൊന്നും കരുതണ്ട, നമ്മളെക്കാക്ക് സമയമില്ല ലുലുമാൾ കാണിച്ചു തരാനേ. ഇത്രയും അടുത്തൊന്നും വന്നിട്ട് ഇക്ക കൊണ്ടുപോകുന്നില്ല. ഞങ്ങളിതാ പെരിന്തൽമണ്ണ പോയിക്കൊണ്ടിരിക്കട്ടെ. നമ്മൾ ഒരിടം ഭാഗത്തും എത്തിയിട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗേസ്. ദിവസങ്ങൾക്ക് ശേഷമാണ് അങ്ങാടിപ്പുറത്ത് വീണ്ടും ബ്ലോക്ക് വന്ന് ഗേസ്. ബ്ലോക്ക് ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൂട്ടുകാരെ നമ്മളിതാ പോയിട്ട് ഇനി ആദ്യം ട്രഷറിയിലാട്ടോ പോണേ. ട്രഷറിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളിതാ ഞാനും ജനിയെത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെവിടെ വന്നത് അറിയോ, ട്രഷറിയിൽ വന്നതാട്ടോ പെരിന്തൽമണ്ണക്ക് പൈസ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നിച്ചുമോനും കൂടിയിരിക്കണമെന്നോ. അപ്പോൾ എനിക്കെന്താ അറിയോ, എല്ലാ മാസവും എനിക്കൊരു ലൈമും ആണ് ഇപ്പോൾ തുടങ്ങിയതാണ്, ഷവർമി ലൈമും. അപ്പോൾ അതിന് കുടിച്ചാൽ വന്നാലേ ഒക്കെ ഇക്ക ഞങ്ങളിവിടെ ആക്കിയിട്ട് പോയതാട്ടോ ഓട്ടോറിക്ഷ കൊണ്ട് ഇട്ട് ഓടാൻ പോയിട്ടോ. ഇനിയിപ്പോൾ ഇക്ക എപ്പോഴാണ് വരിക, ഒരു ട്രിപ്പ് എടുത്തിട്ട് വരാമെന്നാണ് പറഞ്ഞേട്ടോ. ഇനി നമ്മളെവിടേക്കാണ് പോകണ്ടേ? ഇനി ലൈമു ലുലുമാൾക്ക് പോകണമെന്ന് പറഞ്ഞിരിക്കണേ കേട്ടോ. ലുലുമാൾക്കൊന്നും ഇവിടുന്ന് പോകാൻ നടക്കൂല മുത്തേ. ലുലുമാൾക്ക് എത്ര പോകണം, നമുക്കൊരു ദിവസം പോകണം കേട്ടോ. ലുലുമാൾക്ക് ഒരു ദിവസം പോകാം. ഇന്ന് പോക്ക് നടക്കൂല. മാൾക്ക് പോയിട്ട് പോരാ. എന്തെങ്കിലും ഒരു മാള എനിക്ക് കാണിച്ചു തരാം. ഞാൻ ഇപ്പം അടുത്ത് പോയതാ ഗൈസ്. ഞങ്ങൾ മാർക്കറ്റിൽ പോവുകയാണ്. ഞങ്ങളിതാ നല്ല അടിപൊളി പ്ലേസിലോട്ടാണ് പോകുന്നത്. മാർക്കറ്റ് മാളൊന്നും കാണില്ല, വെയില. ഇനി പോയിക്കോ, അവിടെ നിൽക്കണ്ട. ഞങ്ങളിപ്പോൾ തന്നെ ഒന്നും ഇല്ല അല്ലേ. വരുമ്പോ ഇല്ല മുത്തേ. ഇത് മേമാൻ്റെ കൈ പിടിച്ചാ അതിന് പൈസ ഉണ്ട്. അതിന് എത്രയും ചോദിച്ചു നോക്കാം. പോട്ടെ പോട്ടെ. താഴത്തേക്കോ എത്തട്ടോ. തിരിച്ചു പോകുന്നു. 3 റൗണ്ട്സ്. സാറില്ല, ഓട്ടിക്കോ ഓട്ടിക്കോ. ആയിട്ടില്ല ആയിട്ടില്ല. പൈസ എടുത്തിട്ട് ഒരു വട്ടം കൂടി പോയി വാതിലെല്ലാം. കഴിഞ്ഞടോ, കഴിഞ്ഞു. ഇനി പറയരുതേ കാരണം. സ്റ്റെപ്പ് കയറി പോവുകയാണല്ലേ. ഒന്ന് ഒറ്റ ചാട്ടച്ചാടി
ചുരിദാറുകളെല്ലാം അങ്ങോട്ട് എന്തിനാ അങ്ങോട്ടാ? ഇതൊക്കെ ഒന്ന് കണ്ട് കുറച്ചു നേരം കട ഇരുന്നിട്ട് പോവാം. ഇങ്ങോട്ട് ഇങ്ങോട്ട് കമോൺ. ചൂടെടുക്കുമ്പോൾ എല്ലാവരും കൂടെ കയറി എന്നാൽ മതി. ഫ്രീ അല്ലേ, ഇവിടെ ഇരുന്ന് കണ്ട്. അവിടെ പുതിയതുണ്ട്, വാങ്ങിച്ചു. നമുക്ക് നല്ല നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. വലിയ റേറ്റ് ഒന്നുമില്ല, 590. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് വെറുതെ കണ്ടു പോവാൻ, ഞങ്ങൾ വന്നതല്ലേ. 99. ഒരു രസമുണ്ട് അല്ലേ? എനിക്കില്ലാത്ത കളറാ. എന്താ എനിക്ക് വേണ്ടേ? നിക്ക് പൊന്നു, അത് വേണം എനിക്ക്. അത് മതി. ഈ ഉടുപ്പൊക്കെ എന്താ റേറ്റ്? 699. വീട്ടിൽ നിന്ന് ഇടാൻ അത് വലിപ്പം കൂടിയില്ലേ അവൾക്ക്. കണ്ടാറിനപ്പോൾ നടക്കുന്ന കാര്യമൊന്നുമല്ല, നടക്കുമ്പോൾ പോട്ടെ. കഫ്താനി നല്ല ഭംഗിയുണ്ട്. $199 ഒരു പാക്കാ. എടി ഇത് വേണം എനിക്ക്. നിച്ചു അന്നെ ഞാനുണ്ടല്ല. എന്ത് 300 അതിന് വില. കുറഞ്ഞ തൊപ്പി വാങ്ങാം. ഇതൊക്കെ 300, അതൊന്നും വേണ്ട. അതിനൊക്കെ 300 സംതിങ് ആണ് തൊപ്പി പോവാൻ. ഇത് 800 സംതിങ് കേട്ടോ. ഇജ് മേമാൻ്റെ കൈ പിടിച്ച് പോയിക്കോ. നല്ല രസമുണ്ട്. അങ്ങോട്ട് കൊണ്ടിട്ടുണ്ട്, അടിപൊളി. നിക്ക് നിക്ക്. ഫോട്ടോ ഒക്കെ എടുക്കട്ടെ, അതിനല്ലോ ഇങ്ങനെ വരുന്നേ. ഒരു ദിവസം അതിന് മാറ്റിയേക്കുന്നല്ലോ. ഹേമ പോന്നില്ലേ? കുട്ടിയായിക്കണ്. അപ്പൊ ഞങ്ങൾ എസ്കലേറ്ററിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് ഗേസ്. ആയിട്ടില്ലട്ടാ, നീച്ചു അതിന് കയറുന്നേ. അത് അങ്ങ് എത്തുമല്ലോ. ഇവിടെ നീച്ചുവിനെ ഞാൻ ഇപ്പാനെ വിളിച്ചപ്പോ എന്താ കഴിച്ച മേലെന്ന്? അല്ലാ അടച്ചോനെ. എന്താണ് ആനക്ക്? എന്താ കാണിച്ചമോനെ ജ്യൂസ് കുടിക്കുന്ന ഗേസ്.
ഫലൂദ ഓടിച്ചോണ്ടിരിക്കുന്ന അത് ക്ലിയർ ഇല്ല. കുറേ ആ പാൻറ് അങ്ങനെ ഗേസ് ഞങ്ങൾ മാർക്കറ്റ് സിറ്റിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ ഇറങ്ങി പോന്നപ്പോൾ ഒരു വണ്ടിക്കാരൻ അവിടെ നിർത്തിന്. ഒരു ഓട്ടോ ഞങ്ങൾ ഇറങ്ങി വരുന്നത് കണ്ടിട്ട് ഞങ്ങൾ എന്നിട്ട് ആ വണ്ടിയിൽ അങ്ങ് കയറി പോന്നു കേട്ടോ സ്റ്റാൻഡിലേക്ക്. പിന്നെ ഒന്നും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അങ്ങനെ സ്റ്റാൻഡിലെത്തിയിട്ട് കൂടി അതും കൂടിയും കഴിഞ്ഞിട്ട് വേണം പോവാൻ കേട്ടോ. പിന്നെ ഇച്ചുമോനും ഞാനും ഫീദിയും കൂടിയാണ് പോയിട്ടുള്ളത് കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് അത് ഇവിടുന്ന് മാർക്കറ്റ് സിറ്റിയിൽ നിന്ന് വാങ്ങിയ കോലുമുട്ടായി കേട്ടോ. വേണമെന്ന് തന്നെ വാശി പിടിച്ച് വാങ്ങിയത് ഓൻ തിന്നതുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ നല്ല ഭംഗിയിട്ട് ഫിലുവിന് കൊടുക്കാൻ തിന്നാൻ പറഞ്ഞു. അപ്പോൾ ഫിലുവിനും വേണ്ടെന്ന് പറഞ്ഞു. കണ്ട് ഫിലുവിനും ഇഷ്ടമായിട്ടില്ല കോലുമുട്ടായി. എത്ര അറിയാം കോലുമുട്ടായിൻ്റെ വില 60 രൂപ. എൻ്റെയൊക്കെ കേൾക്കണ്ട കേട്ടോ. ഇക്കാൻ്റെ നല്ല അടി അങ്ങ് കിട്ടും. അടിയല്ല ചീത്ത അങ്ങ് കേൾക്കും. ഇത്രയും വിലൻ്റെ. അപ്പോൾ ഓളോട് പറഞ്ഞ് തൊയ്യം കെടുത്തിട്ട് ഞാനങ്ങ് വാങ്ങിക്കൊടുത്തതാട്ടോ. അപ്പം അതിന് ശേഷം വീട്ടിൽ വന്നിട്ട് നമ്മൾ പറഞ്ഞെന്ന് കബ്സ ഉണ്ടാക്കാൻ കണ്ടുമ്പോൾ ചിക്കന് കോയിനെ കൊണ്ടുപോയി അർപ്പിച്ച് കൊടുന്നിരുന്നു കേട്ടോ. അതിന് ശേഷം ഞങ്ങൾ ഇതുണ്ടാക്കുന്ന കബ്സ ഉണ്ടാക്കുന്ന കേട്ടോ. അപ്പോൾ അതിനുള്ള മസാലയും കാര്യങ്ങളൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ചിക്കൻ പൊരിച്ച് വെച്ചിട്ട് ആ ചിക്കൻ പൊരിച്ച് ഇതിലേക്ക് ഇടണം കേട്ടോ. ഞാൻ അതാണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ കഴിച്ചിട്ടാണ് മക്കളെ എനിക്ക് 8ൻ്റെ പണി കിട്ടിയിരുന്നത്. ഇത് കഴിച്ച് രാത്രി എനിക്ക് തീരെ സുഖമില്ലാതായിട്ടോ. കല്ലിൻ്റെ വേദന ശക്തമായിട്ട് ഇളകി മക്കളെ. രാത്രി ആയതുകൊണ്ട് വീട്ടിൽ കൊടുന്ന് വെച്ച ഗുളികയില്ല. രാത്രി നീച്ച ഇവിടുന്ന് പോയി കിട്ടൂലല്ലോ. പെട്ടെന്ന് മെഡിക്കൽ ഷോപ്പെല്ലാം അടച്ചിട്ടെല്ലാം ഉണ്ടാവുക. അപ്പോൾ ഞാൻ നേരം വെളുപ്പിച്ചു. പാത്തിസ് വന്നിട്ടോ. അപ്പോൾ ഞങ്ങളിതാ മന്തി കബ്സ വെക്കുന്ന ഈ കബ്സത്തെ എണ്ണയും അന്നാണെങ്കിൽ കുറേ കഴിച്ചു. ഞബൂൻ്റെ ഫലൂദ, ഒരു ഐസ്ക്രീം, പിന്നെ ചെറിയൊരു പെട്ടിയിലൊരു കേക്കും വാങ്ങി. അതെല്ലാം കാണിച്ചു തരാം കേട്ടോ. അതെല്ലാതും കൂടി കഴിച്ചിട്ട് തീരെ കഴിയാതായി എന്നാൽ തീരെ കഴിയാതായിട്ടോ. വൈക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മിച്ചിയോ മാമാക്ക് കൊണ്ടേ കൊടുത്തിട്ട് വായോ. മാമാക്ക് കൊണ്ടേ കൊടുത്തിട്ട് വായോ. എടുക്കണ്ട കൊണ്ടേ കൊടുക്ക്. ഞാനിപ്പോൾ മന്തിയൊക്കെ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇനി അങ്ങനെ ഗൈസ് അതെല്ലാം അവിടെ സെറ്റാക്കി വെക്കുന്നതിന് ശേഷം നമ്മളെന്താ ചെയ്യുന്നത്, ഇന്നൊരു കേക്ക് ചെറിയൊരു ബോക്സിലൊരു കേക്കാണ് വാങ്ങി വന്നത് കേട്ടോ. അതിലെല്ലാവരും എടുക്കും ചെയ്തേക്കും. ഞാനും അനിയത്തി നീച്ചുമോനെ തിരക്കൂട്ടി പൊളിക്കുന്നുണ്ടോ. എല്ലാവർക്കും ഓരോ കഷ്ണം എടുത്ത് അതിൽ ചെറിയൊരു കഷ്ണവും ഞാൻ തന്നിട്ടോ. അന്ന് എനിക്ക് എന്തേ പറ്റിയെന്നറിയില്ല. എനിക്ക് പറ്റൂല എന്നെല്ലാം അറിയാം. പക്ഷെ ഞാനിപ്പോൾ കുറഞ്ഞിക്കല്ല, വേദനയൊന്നും ഇല്ലല്ലോ. ഇത് കുറച്ച് തിന്ന് നോക്കിയതാട്ടോ. അതാണെങ്കിൽ 8ൻ്റെ പണിയാണ് കിട്ടിയത്. ഇപ്പോഴും വീഡിയോ അന്നന്ന് എടുത്ത് വെച്ചതാണ്, ഇടാൻ കൂടിയിട്ടില്ല. കാരണം വേദന വന്നിട്ട് എനിക്ക് ഒന്നും വേണ്ടിയില്ല, കടന്നിതാവുകയാണ് ഞാൻ കേട്ടോ. ഞാനിപ്പോൾ നീച്ചുമോ കേക്കെല്ലാം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇക്ക വന്നു കേട്ടോ. ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. ഇക്കാനോട് പറയുന്നത് ഇവിടുന്ന് ചോറുന്നാനും കണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതേനു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മന്തിയെല്ലാം കൊടുന്ന് വെച്ച്, മന്തി എന്ന് അറിയണേ കപ്സെല്ലാം കൊടുന്ന് വെച്ച് നീച്ചുമോന് ഇപ്പോൾ അവിടെ കളിക്കുന്ന കേട്ടോ. അപ്പോൾ ഓൻ കളറ് കൊടുത്തുകൊണ്ട് കളിക്കുകയാണ്. ഓനിക്കില്ല സമയം ഇപ്പോൾ കളറിങ്ങാണ് ഇപ്പോൾ പണി. അപ്പം ഞാനും കരുതി ഇന്ന് പഠിച്ചിട്ട് അതിനേലൊരു കാര്യം ഉണ്ടാവില്ല. ഈ ബുക്ക് ഞാൻ കൊടുത്തതാട്ടോ എനിക്ക് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഉമ്മ അപ്പത്തിന് ചോറെല്ലാം കൊടുന്ന് വെച്ചിട്ടോ. കബ്സയും ചിക്കനും ഒരു പാത്രത്തിൽ തൈര്. ഇതും ഞാനന്ന് വാങ്ങിയതാണ് മക്കളെ. ഞാനതൊന്നും കൂട്ടാതെ. ഇപ്പോൾ കൂട്ടുകാരെ ഞങ്ങളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇക്ക പണിയെല്ലാം കഴിഞ്ഞു വന്നു ഗൈസ്. അപ്പോൾ കൂട്ടുകാരെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ് ചെയ്യുക. എല്ലാവരും ഇഷ്ടപ്പെട്ട വീഡിയോ കണ്ടോ. ഓക്കെ ബൈ ടാറ്റ കൊടുക്ക്.